ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവഭക്തമക്കൾക്കും ഭഗവാന്റെ കൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭാഗവതം 2 ദിവസം കൊണ്ട് ഇടാൻ എനിക്ക് വയ്യാഞ്ഞിത ഉണ്ടാ മക്കളെ. പിന്നെ രാമായണം കർക്കിടക മാസമല്ലേ, അതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. അത് പിന്നും അങ്ങോട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്നാലും അതെനിക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇടണമെന്നൊരു ഇതുണ്ട്. ഭാഗത്ത് നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കുകയല്ലേ, എപ്പോഴും ചെയ്യാമല്ലോ. മറ്റത് ദിവസം അങ്ങ് എനിക്കൊരു വിഷമമാണ്. എന്നുവെച്ചാൽ തീരെ അങ്ങ് വയ്യെങ്കിൽ ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഭാഗവതം അതിന്ന് ആയുസിൻ്റെ കാലപരിണാമം. ഞാനങ്ങനതും വായിച്ചില്ല, കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ വായിക്കാറില്ല. പിന്നെ ജ്യോതിഷം പഠിച്ച സമയത്ത് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്പം മനസ്സിലറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ പറഞ്ഞു തന്ന മക്കൾക്കൊക്കെ മനസ്സിലാകത്തില്ല. ആകുന്നവരുണ്ട്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഞാനിത് വായിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ആയുസിൻ്റെ കാലപരിമാണം അതങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല. നമുക്കതിൻ്റെ ഭക്തിപരമായല്ല. ബ്രഹ്മാവിൻ്റെ ആയുസ്, കലികാലം എത്ര, എല്ലാ യുഗങ്ങളുടെ എത്ര, പിന്നെ ഒരു ദിവസം എത്ര നാഴിക, അതായത് വിനാഴിക എത്ര ചേരുമ്പോഴാണ് ഒരു നാഴിക, എത്ര ഇതൊക്കെ അല്പകാലം എന്നൊക്കെ പറയുന്നത്, ഒരു നിമിഷം എന്ന് പറയുന്നത്, ഒരു വിരൽ ഞൊടിക്കുന്ന സൗണ്ടിൻ്റെ സമയം, ഇതൊക്കെയാണ് പറയുന്നത്. കേവലമേവം മൈത്രേയന ആനനാംബുജം. മൈത്രേയന്റെ മുഖം, മുഖം അംബുജം നുകർന്ന് ആവിരാനന്ദം വളർന്നിടിന വിതുരരും ചോദിച്ചാൻ ബ്രഹ്മായുസിനുള്ള കാല അനുക്രമഭേദത്തെ പരിശിനോട് ഈശലെന്നിയെ കേൾപ്പാൻ കാരുണ്യം വളർന്ന് അരുൾ ചെയ്തിതം മൈത്രേയനും എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു. സാരസപത്രം ഇളതായ അവ രണ്ടൊന്നിച്ചാൽ നേരിയ സൂചി മുഖം കൊണ്ട് കൈ കടുതായ പുരുഷൻ എടുത്ത് അതിവേഗമോടൂന്നും വിധു 2 താമര ഇതള്, തിളിരല 2 എടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു സൂചി കൊണ്ട് ടക്കെന്നൊന്ന് കുത്തുമ്പോൾ എത്ര സമയം വേണം? ആ ഒരു ഇലയ്ക്കകത്ത് മറ്റേ ഇലയിലിട്ട് ചേർത്ത് വെച്ചാണ് കുത്തുന്നത്. എത്ര സമയം വേണം ഒരു സൂചി പൊത്തപ്പുറം ചാടാൻ? ആ സമയത്തിന് എന്താ പറയാ? നേരിയ സൂചി മുഖം കൊണ്ട് കൈ കടുതായ പുരുഷനെടുത്ത് അതിവേഗമോടൂന്നും വിധു പത്രം അതൊന്ന് മുറിഞ്ഞ് അങ്ങേത് തന്മേൽ ചെന്ന് ഒരു ഇല മുറിഞ്ഞിട്ട് മറ്റേ ഇലയ്ക്ക് അത് ചെന്ന് കൊള്ളുന്നതിന് പറ്റിയിടുന്നതിനിടയുള്ളൊരു കാലക്രമം. അതിന് എത്ര സമയം വേണം? അതിൻ്റെ പേരാണ് മുൽപ്പാടിഞ്ഞ് അല്പകാലം എന്ന് പോൽ ചൊല്ലിയിടുന്ന അല്പകാലം. അതിൻ്റെ പേരാണ് അല്പകാലം. 30 അല്പത്തിന് ഒരു ത്രുടി എന്നതും ചൊല്ലും. അങ്ങനെയുള്ള 30 പ്രാവശ്യം കുത്തിയെടുക്കുന്നതിനാണ് ഒരു ത്രുടി. ഒരു ത്രുടി സമയം എന്ന് പറയും. ത്രുടി 30, അങ്ങനെയുള്ള 30 ത്രുടിക്ക് ഒരു കലയും അതുപോലെ. അപ്പോൾ ഒരു കല എന്ന് പറയുന്ന സമയം എന്താ? 30 വട്ടം കുത്തി അങ്ങനെ 30 വട്ടം, അങ്ങനെ ഒരു ത്രുടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 30 കലയ്ക്കൊരു കാഷ്ടയും തഥൈവ തൽക്കാലം നിമേഷമെന്നത്രൈവ ചൊല്ലിയിടുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് പോലെ. ഇനി അങ്ങ് വായിക്കാം. തൽക്ഷണം കരവിരൽ ഞൊടി എന്നതും ചൊല്ലും ടക്കുന്നൊരു സൗണ്ട്, നമ്മൾ വിരൽ ഞൊടിക്കുന്നത് പോലെ. മാത്ര എന്നതും പറഞ്ഞിടാം. അതിനൊരു ഒരു മാത്ര സമയം എന്ന് പറയത്തില്ലേ, അതുപോലെ അതിന് ആ ഒരു തള്ളവരുടെ ഒരു ടപ്പെന്നൊന്നും കേൾക്കത്തില്ലേ, അതിന് ഒരു മാത്ര എന്നതും പറഞ്ഞിടാം എന്നിരിക്കുമ്പോൾ മാത്ര 4 അതിനൊരു ഗണിതമെന്നുണ്ടല്ലോ. അങ്ങനെയുള്ള 4 ടപ്പ് എന്ന് കേൾക്കുന്നതിന് ഒരു ഗണിതമെന്ന് പറയും. കേൾക്കടോ ഗണിതം ഔവണ്ണമേ 10-1 വീർപ്പ്. ഈ മനുഷ്യരെല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ എല്ലാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആ വീർപ്പ്, അതിന് എന്താ പറയാ? കേൾക്കടോ ഗണിതം ഔവണ്ണമേ 10-1 വീർപ്പ്. ഈ മനുഷ്യരെല്ലാവരും അറിഞ്ഞാലും വീർപ്പുകൾ അനുക്രമിക്കുന്നവ 6 താൽപര്യവശാൽ വിനാഴിക 1 വരും.
അതായത് 2.5 നാഴിക 1 മണിക്കൂറെങ്കിൽ അതിൽ 1 വിനാഴിക എന്ന് പറയും. അപ്പോൾ 1 നാഴിക 60 വിനാഴികയാണ്. അപ്പം മനസ്സിലാക്കണം, അങ്ങനെ പറയുന്ന ആ താല്പര്യവശാൽ ആ വിനാഴിക ഒന്നേ ആവുന്നുള്ളൂ. അങ്ങനെയുള്ള 60 വിനാഴിക വരുമ്പോഴാണ് 1 നാഴികയാവുന്നേ. അങ്ങനെയുള്ള 60ഉം 120ഉം 120ഉം 60 240 വിനാഴിക വന്നെങ്കിൽ ഒരു മണിക്കൂറാവും, 2.5 നാഴികയാവും. അത് ആ കണക്കൊന്നും പറഞ്ഞാൽ അറിയാത്ത മക്കൾക്ക് ഒരു പിടിയും കിട്ടും. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. താല്പര്യവശാൽ വിനാഴിക ഒന്നായി വരും നീക്കമെന്നീ വിനാഴികകൾ 60 സൂക്ഷ്മമായി ഒക്കുന്നേരം ആയി വരും ഘടികയും. പ്രാപ്തമാ ഘടികകൾ 60 നേരം ഭാസ്കരൻ പ്രദക്ഷിണ ഒന്നനുക്രമിക്കുന്നു. 24 മണിക്കൂർ ഒരു ദിവസം 12 മണിക്കൂർ. ഒരു സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോൾ 12 മണിക്കൂർ, രാത്രിയോട് ആകുമ്പോഴേ 24 മണിക്കൂറാവും. അപ്പം പ്രാപ്തമാ ഘടികകൾ 60 നേരം ഭാസ്കരൻ പ്രദക്ഷിണ 1 അനുക്രമിക്കുന്നു. അതായത് 60 നാഴിക. വാനവർ നിലയനമായ മേരുവിനെയും മൂലമങ്ങ് അഖിലേശ ദേശിക പാദത്തെയും മാനുഷർക്കഹോരാത്രം ആയതു അത് തന്നെ മാനമുറ്റത് 15 വരും പക്ഷം. 15 ദിവസം കൂടുമ്പോൾ ഒരു പക്ഷം. പ്രഥമ ദ്വിതീയ തൃതീയ എന്ന് പിന്നെ വെളുത്ത വാവും പിന്നും 15 ആകുമ്പം കറുത്ത വാവ്. അപ്പം ഒരു മാസത്തിൽ ഒരു കറുത്ത വാവും ഒരു വെളുത്ത വാവും 30 ദിവസത്തിനകത്ത്. അതാണ് മാനമുറ്റത് 15 വരും പക്ഷം. പക്ഷങ്ങൾ പൂർവ്വ അപരതൊന്നുങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അഹോരാത്രം 30 അത് ചാന്ദ്രം. ചാന്ദ്രമാസം 1 അത് തന്നെ പിതൃക്കൾക്ക് അഹോരാത്രം. മാസം ഈരാറിന് ഋതു 6 2 അയനവും മാസം. ഇങ്ങനെ മേഷാദ്യങ്ങൾ ഈരാറാകുമ്പോൾ വാസരം 365 കാലം. അപ്പോൾ ഒരാണ്ടാകും. വാസരം 365 ദിവസം ഒരു വർഷം എന്ന് പറയും. മനുഷ്യർക്കത് ഒരാണ്ടെന്നതും നമുക്കത് ഒരാണ്ടനാണ്. ഒരു വർഷമായി 365 കൂടെ ഉണ്ട്, എന്നാലേ ഒരു വർഷം തികയൂ. അങ്ങനെയുള്ള 4 ആണ്ടാകുമ്പോഴാണ് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ 28 തീയതി പോയിട്ട് 4ാമത്തെ വർഷം 29 തീയതിയാകുന്ന എന്താ ആ ഒരു വർഷം 366 ദിവസം വരും. അതുവരെ 3ലും 4 അങ്ങനെ വരുമ്പോഴാണ് 4ാമത്തെ വർഷത്തിൽ ഒരു ദിവസം തികയും. എല്ലാത്തിലും 15 നാഴിക വീതേ ഓരോ വർഷത്തിലും വരത്തുള്ളൂ. അതുകൊണ്ടാണ് 2000 ആ സംഖ്യ 300 അത് വരും, 66 വരും, പിന്നെ 24, 20, ഇനി 8 വരും, ഇനി 28 അത്രയും ദിവസം വരും. 4 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ വാസരം 365 കാലം. അപ്പോൾ മനുഷ്യർക്കാണ്ട് ഒന്നത് ദേവകൾക്ക് അഹോരാത്രം എന്ന് പറയും. നമുക്ക് ഒരു വർഷം, ദേവകന്മാർക്കാണെങ്കിൽ ഒരു അഹോരാത്രം, ഒരു രാത്രിയും പകലേ ആവുന്നുള്ളൂ. മാനങ്ങൾ ഔവണ്ണം 300 മേലൊക്കും നേരം കേവലം ദേവാബ്ദം ഒന്നായി വരും. അതുതന്നെ ദിവ്യവത്സരമെന്നും ചൊല്ലുന്നത് അറിഞ്ഞാലും. അങ്ങനെയുള്ള ദിവ്യവത്സരം 4800 നിന്നൊത്തിയിടം കൃതയുഗം. അന്യേപി 3600 പോൽ അന്യൂനം അങ്കല്യതമായഴും ത്രേതായുഗം. പിന്നേത് 2000 മേൽ 400 ആണ്ട് ചെന്നിടും. അത് 3ാം ദ്വാപരയുഗം. അതും 4ാമത് 1200 അബ്ദം കലികാലം. ഇങ്ങനെ 12000 ദിവ്യാണ്ടാം. അപ്പോൾ ഒത്തിയിടം ചതുരുകകാലം. അത് കഴിഞ്ഞ് ഇത്തരം അത് തന്നെ പിന്നെയും വർദ്ധിക്കുന്നു. തൽകൃത ത്രേത ദ്വാപര കലിയുഗങ്ങൾ സംയുക്തമായി 71 ഒത്തിയിടുമ്പോൾ നിശ്ചയം ഒരു മനു തന്നുടെ കാലം കൂടും. ഒരു മനുവിൻ്റെ കാലം. നിർജരേന്ദ്രാണാം പരമായുരന്തവും വരും. തൽപ്രകാരേണ 14 പേർ മനുക്കളാൽ തച്ചതുരുകം സഹസ്രോ ഉപരി ചതുർദ്ദയം വന്നുകൂടിടുമ്പോഴായി തച്ചതുരുകം സഹസ്രോ ഉപരി ചതുർദ്വയം വന്നു കൂടിയിടുമ്പോൾ ആയി വരും പ്രളയം. ഈ പ്രാണികൾക്കത് ധാതാവിന് ഒരു പകലല്ലോ. എത്ര നാൾ കൂടിയിട്ടുണ്ടായി വന്നിത പ്രളയം. അങ്ങ് അത്ര നാളേക്കു അങ്ങനെ തന്നെ പിന്നെ കിടക്കും.
ബ്രഹ്മാവിന് രാത്രി പോലറിയ അതിലൊടുക്കം മുന്നേ പോലെ പകല് ഉണ്ടത്ര തന്നെ. മനുക്കൾ 14 കഴിവോളവും കാലം തനിക്ക് പകലൊടുങ്ങിടുമ്പോൾ പ്രളയവും പിന്നെയും പകലുണ്ടായി വരുന്നു രജനിയും. പിന്നെയും ഉണർന്ന് സൃഷ്ടിച്ച് അവ ഒടുങ്ങുമ്പോൾ മുന്നേതുപോലെ തന്നെ കണ്ടാലും പ്രളയവും പ്രളയവും വന്നിടും ഇട തുടർന്ന് ഇങ്ങനെ തന്നെ മേന്മേൽ പിന്നെയും പുനരഭി പിന്നെയും ബ്രഹ്മന് അഹോരാത്രങ്ങൾ അനുക്രമാൽ 360 ചെന്നൊടുങ്ങിയിടും കാലം. അർണോജോത്ഭവന് 1 വത്സരം തികഞ്ഞിടും. അങ്ങനെയുള്ള സംവത്സരങ്ങൾ 100 ഇങ്ങി 20 അമാന്തത്തിങ്കൽ ബ്രഹ്മായുസ് ഒടുങ്ങിയിടും. അപ്രളയാനുക്രമം ബ്രഹ്മായുസോളം കാലം നഷ്ടമായി കിടക്കുന്നു. എത്ര നാൾ പ്രളയമായിട്ട് കിടക്കും, സൃഷ്ടി ഉണ്ടാവും, അത്ര നാൾ പ്രളയമായിട്ടും കിടക്കും. പിന്നെയും സരസിജ സംഭവൻ മുന്നേ പോലെ തന്നെ കേവലം ചമഞ്ഞ് അന്നുണ്ട് അസംഖ്യകം ചൊല്ലുവാൻ അവസാനമില്ലാതൊരവസ്ഥകളെല്ലാം എങ്ങനെ പറഞ്ഞിടുന്നു മഹാമതേ. മൂലമധ്യാന്തങ്ങളില്ലാതൊരു മഹാമായ വേലകൾക്ക് ആദ്യന്തമില്ലെന്നറിയടോ സഖേ. കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും കാലവൈഭവം മനുകാലമെന്നറിയുന്നു, മനുവിൻ്റെ കാലമെന്നറിയുന്നു. പോകവയെല്ലാം ബ്രഹ്മസൃഷ്ടികൾക്ക് ആധാരമാം ലോക സംസ്ഥാനങ്ങളെ കൽപ്പിച്ചോരനന്തരം പാലനത്തിന് മനു തന്നെയും കൽപ്പിച്ചുടൻ ഭൂലോകസ്ഥാനെ നിയോഗിച്ച അരുളിന ശേഷം ക്ഷോണിയെ പ്രളയാബ്ധിതനിൽ നിന്ന് ഉയർത്തുവാൻ ഖോണിയായി നാരായണൻ അബ്ധിയിലിഴിഞ്ഞുടൻ ദാനവൻ തന്നെ കൊന്നു ദീനമായി അവനിയെ സ്ഥാനമംഗലം ദംഷ്ട്ര അഗ്രേണ ചേർത്ത് അരുളിനാൻ. കേവലമേവം മൈത്രേയോക്തികളെല്ലാം കേട്ട് ഭാവസമ്മോദത്തോടെ ചോദിച്ചു വിതുരരും. ശ്രീനാരായണൻ മുന്നം കോണിയായി അവനിയെ താനുടൻ അസുരനെ കൊന്ന് വീണ്ട അവസ്ഥകൾ തേറുമാർ അരുൾ ചെയ്യുന്ന ആശു കേട്ടകതാരിൽ തീർന്ന മൈത്രേനും ആദരാൽ അരുൾ ചെയ്താൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്കിത് വായിച്ച ശീലമില്ല, ഇതൊന്നും നമുക്ക് വായിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട്